ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ഹദീസ് ക്ലാസ്സിൽ സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഈമാനിൽ ഏതാനും ഹദീസുകൾ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. അത് ഹുബ്ബുർ റസൂലി മിനൽ ഈമാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. അത് കാണിക്കുന്ന ഒരു ഹദീസ്, കുറെ ഹദീസുകളുണ്ട്. അതിലൊരു ഹദീസ് പറയാം. قال النبي صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, സ്വന്തം മാതാപിതാക്കളെക്കാളും സന്താനത്തെക്കാളും മറ്റെല്ലാവരെക്കാളും ഞാൻ പ്രിയങ്കരനാവും വരെ നിങ്ങളിൽ ആരും വിശ്വാസിയാവുകയില്ല. മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അതേപോലെ സലാം പറയുക, പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും സലാം പറയാം. ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഹദീസ്. عن عبد الله بن عمرو رضي الله عنه أن رجلا سأل النبي صلى الله عليه وسلم خير أي الإسلام خير قال تطعم الطعام وتقرأ السلام ومن على من عرفت ومن لم تعرف. അബ്ദുല്ലാഹിബ്നു അംറിൽ നിന്ന് നിവേദനം, ഇസ്ലാമിലെ ഉത്തമ കാര്യം എന്താണെന്ന് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അവിടുന്ന് മറുപടി പറഞ്ഞു, നീ അന്നം നൽകുക, പരിചിതർക്കും അപരിചിതർക്കും സലാം പറയുക. അടുത്ത ഹദീസ്. عن أبي سعيد الخدري رضي الله عنه عن النبي صلى الله عليه وسلم قال يدخل أهل الجنة الجنة وأهل النار النار ثم يقول الله تعالى أخرجوا من النار من كان في قلبه مثقال حبة من خردل من إيمان فيخرجون منها قد اسودوا فيلقون في نحر الحياء أو الحياة شك مالك فينبتون كما تنبت الحبة في جانب السيل ألم تر أنها تخرج صفراء ملتبية. عن أبي سعيد الخدري رضي الله عنه عن النبي صلى الله عليه وسلم. أبي سعيد الخدري رضي الله عنه, أبو سعيد الخدري رضي الله عنه വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ആര് പറയുന്നു? അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു. സനദിൽ കുറെ സഹാബികളുണ്ട്, കുറെ സഹാബികളും താബികളൊക്കെ ഉണ്ട്, പക്ഷെ അത് മുഴുവൻ ഇവിടെ പറയുന്നില്ല കേട്ടോ. യദ്ഖുലു അഹ്ലുൽ ജന്നതി അൽ ജന്ന വ അഹ്ലുൻ നാരി അന്നാറ. അതായത് സ്വർഗാവകാശികൾ, യദ്ഖുലു ദഖല അർത്ഥം എന്താ? എൻ്റെ മലയാളം പറ. ദഖല ദഖല എന്ന് പറഞ്ഞാല് ദഖല അകത്ത് പ്രവേശിക്കുക, അങ്ങനെ പ്രവേശിച്ചു, താനെ പഠിച്ചു എന്ന് പറഞ്ഞപ്പോ ദഖല എന്ന് പറഞ്ഞാണ് പ്രവേശിച്ചു, മാതിയല്ലേ? ദഖല പ്രവേശിച്ചു, യദ്ഖുലു പ്രവേശിക്കും, പ്രവേശിക്കുന്നു എന്നൊക്കെ അർത്ഥം ട്ടോ. യദ്ഖുലു അഹ്ലുൽ ജന്നതി അൽ ജന്നത, സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിക്കും. വ അഹ്ലുൻ നാരി അന്നാറ. വ അഹ്ലുൻ നാരി പറഞ്ഞാല് യദ്ഖുലു എന്നുള്ളടത്തേക്കാണ് അത്ഫ്. വ മനസ്സിലായേ? നരകാവകാശികൾ നരകത്തിലും പ്രവേശിക്കും, ശരിയല്ലേ? അത് സ്വർഗാവകാശികൾ സ്വർഗത്തിലും നരകാവകാശികൾ നരകത്തിലും പ്രവേശിക്കും. യദ്ഖുലു അഹ്ലുൽ ജന്നതി അൽ ജന്നത വ അഹ്ലുൻ നാരി അന്നാറ. നാർ എന്ന് പറഞ്ഞാൽ മലയാളം തീ. തീ എന്ന് പറഞ്ഞാൽ എന്ത് തീ?
നരകത്തീയാണ്, നരകം ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അർത്ഥം പറയുമ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞ അപ്പൊ തന്നെ മലയാളം പറയണം കേട്ടോ. ثم يقول الله تعالى പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്ത് അഖ്റിജൂ മിനൻ നാരി മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ. അഖ്റിജൂ മിനൻ നാരി നരകത്തിൽ നിന്ന് പുറത്താക്കുക, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക. മലക്കുകളോട് പറയും മോചിപ്പിക്കാൻ. മലക്കുകളാണല്ലോ ആ ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ അവരോട് നരകത്തിൽ നിന്ന് പുറപ്പെടാൻ പറയും. നരകത്തിൽ നിന്ന് പുറത്താക്കുക, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക. മങ്കാന ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ. ഖർദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കടുക് മണി, മസ്റ്റാർഡ് സീഡ്. നീ പറയില്ല മസ്റ്റാർഡ് സീഡ്. അഖ്റിജൂ മിനൻ നാരി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക. മങ്കാന ഫീ ഖൽബിഹി ആരുടെ ഹൃദയത്തിലുണ്ടോ? ഖൽബ് ഹൃദയം, ഹൃദയത്തിലുണ്ടോ? മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ. ഈമാൻ വിശ്വാസം, ഈമാനിൽ നിന്ന് കടുകുമണിയോളം ഈമാനുള്ളത്. ഒരു അണുമണി തൂക്കം, ഒരു കടുകുമണിയോളം എന്ന് പറഞ്ഞാൽ അത്രക്കും നിസ്സാരമായ രീതിയിൽ അത്രക്കും കുറച്ചെങ്കിലും ഈമാനുള്ള, കുറച്ചെങ്കിലും വിശ്വാസമുള്ള ആളുകളെ മുഴുവൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക. അപ്പം അവരുടെ പാപങ്ങൾ കൂടുതലായത് കാരണം, നന്മകളെക്കാളും പാപങ്ങൾ മുൻതൂക്കം ആയത് കാരണം അവർ നരകത്തിൽ പ്രവേശിച്ചു. ആദ്യം നരകത്തിൽ അവർക്കുള്ള ശിക്ഷ, അതിന് അവരുടെ പാപത്തിനനുസൃതമായിട്ടുള്ള ശിക്ഷ ലഭിച്ച ശേഷം അത് ചിലപ്പോൾ വർഷങ്ങളോളായിരിക്കും. ശരിയല്ലേ? നരകത്തിൽ പോവാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. സ്വർഗത്തിൽ പ്രവേശിക്കാൻ കൂടുതൽ അമൽ സ്വാലിഹ് ചെയ്യണം, സ്വാലിഹായ അമലുകൾ പ്രവർത്തിക്കുകയും കൂടുതൽ തഖ്വയുള്ളവരായി തീരുകയും ചെയ്യണം. അള്ളാഹു നമ്മളെ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അപ്പൊ ഈമാന്റെ അണുമണി തൂക്കം, ഒരു കടുകുമണിയോളം ഈമാനുള്ള ആളുകളെ മുഴുവൻ എന്ത് ചെയ്യും? നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അപ്പൊ ഈമാന്റെ ഭാവമാണ് ഈ പറയുന്നത് അല്ലെ, ഈമാന്റെ കിതാബാണ്, ഈമാനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഈമാന്റെ ഒരു പ്രാധാന്യമാണ് കേട്ടോ. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും അന്ത്യനാളിലും മലക്കുകളിലും കിതാബുകളിലും എല്ലാം വിശ്വസിക്കണം. പിന്നെ എന്താണ്? ഖദറിൽ വിശ്വസിക്കണം. എല്ലാം ഈമാൻ ഉൾപ്പെടും കേട്ടോ. അള്ളാഹു അല്ലാത്തവരോട് പങ്കു ചേർക്കാൻ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവരെ പുറപ്പെടുവിക്കും, നരകത്തിൽ നിന്ന് അവർ മോചിപ്പിക്കപ്പെടും. അപ്പൊ അവരെന്തായിട്ടുണ്ടാവും? കറുക്കുക. രണ്ടാളും ഒപ്പം പറയണം, അർത്ഥം പറയണം കേട്ടോ. ചോദ്യം വെച്ച് വെക്കണ പോലെയല്ല. അവർ എന്തായിട്ടുണ്ടാവും? കറുത്തിട്ടുണ്ടാവും, കറുത്ത് കരിക്കട്ടായിട്ടുണ്ടാവും. നരകത്തിലല്ലേ? ഈ പറഞ്ഞാല് ഭയങ്കരമായ തീയന്നെ. ഈ ദുനിയാവിലെ തീയിനെക്കാട്ടിലും എത്രയോ ഇരട്ടി കഠിനമായ തീയല്ലേ. ആ തീയിൽ കടന്ന ആളുകളല്ലേ ഈ മോചിപ്പിച്ചത്. അങ്ങനെ അവർ നെഹ്റുൽ ഹയാ എന്ന ഒരു നദിയിൽ അവരെ മുക്കിയെടുക്കും, അവർ ഇടപെടും. നെഹ്റുൽ ഹയാ എന്നാണോ നെഹ്റുൽ ഹയാത്ത് എന്നാണോ എന്ന് പറഞ്ഞത് എന്നുള്ള ഈ സനദിലുള്ള മാലിക് എന്ന് പറഞ്ഞൊരു ആളുണ്ട്. അദ്ദേഹത്തിന് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ചിലപ്പം നെഹ്റുൽ ഹയാ എന്നായിരിക്കും, നെഹ്റുൽ ഹയാത്ത് എന്നായിരിക്കും. എന്താ അവിടെ ഒരു നദിയിൽ മുക്കുമ്പോൾ അവർക്ക് നെഹ്റുൽ ഹയാത്ത് എന്നാണെങ്കിൽ എന്താണ്? ജീവന്റെ നദി. നെഹ്റുൽ ഹയാന്റെ നദി, നദിയിൽ മുക്കപ്പെടും. മഴവെള്ള നദി നെഹ്റുൽ ഹയാ അല്ല, നെഹ്റുൽ ഹയാ അല്ല, നെഹ്റുൽ ഹയാ എന്ന് പറഞ്ഞാൽ മഴവെള്ളത്തിന്റെ നദി. നെഹ്റുൽ ഹയാത്ത് എന്ന് പറയുമ്പോൾ ജീവന്റെ നദി. മനസ്സിലായി? നെഹ്റുൽ ഹയാ എന്നല്ല, ഹയാ അല്ലെങ്കിൽ അവിൽ ഹയാത്ത്. ഇപ്പൊ നെഹ്റുൽ ഹയാ എന്നാണോ പറഞ്ഞത്, നെഹ്റുൽ ഹയാത്ത് എന്നാണോ പറഞ്ഞത്? റിപ്പോർട്ട് ചെയ്ത ഒരാൾക്ക്, സ്ഥലത്തിലുള്ള ഒരാൾക്ക് അതേക്കുറിച്ച് സംശയമുണ്ട്. എന്താട്ടെ, ഒരു നദിയിൽ മുക്കപ്പെടും. അപ്പോ മലവെള്ളപ്പാച്ചിലുകളുടെ ഓരങ്ങളിൽ വിത്തുകൾ മുളക്കുന്നത് പോലെ അവർക്ക് പുതുജീവൻ ലഭിക്കുന്നതാണ്. എമ്പുത്തു നബത്താന്ന് പറഞ്ഞാൽ എന്താണ്? മുളച്ചു എന്നാണ് അല്ലെ. നബത്ത എമ്പുത്തു പെടില്ലേ? നബുത്തുൻ എന്താ അർത്ഥം? ചെടി, പ്ലാന്റ് അല്ലെ, ചെടി.
കമാ തമ്പത്തിൽ ഹിബ്ബത്തു വിത്ത് മുളക്കും പോലെ ഹിബ്ബത്ത് ഈ ജാനിബി സൈൽ സൈൽ എന്ന് പറഞ്ഞാൽ ഒലിച്ചു വരുന്നതാണ്. ജാനിബ് എന്ന് പറഞ്ഞാൽ ഓരം സൈഡ് തീരം. അപ്പം ഭയങ്കരമായിട്ട് മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു വരുന്നതിന്റെ സൈഡിൽ ഇന്നുണ്ടാവും വിത്തുകൾ ഇങ്ങനെ ഒലിച്ചു വരുന്നതിന് കൂടുതൽ വിത്തും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ ആ സൈഡിലേക്ക് വിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിന് മുളച്ചു കൊണ്ടിട്ട് അത് പല ഭാഗത്തു കൂടെ മുളച്ച് ചിലപ്പം ഈ ചെരിഞ്ഞും ചാഞ്ഞും ഒക്കെ മുളച്ചു വരുന്നത് കാണാം. അതാണ് അലം തറ, നീ കണ്ടിട്ടില്ലേ, അന്നഹ തഖ്റുജു സഫറാ, മഞ്ഞൊക്കെ ആയിട്ട് മഞ്ഞ നിറത്തിലൊക്കെ മുളച്ചു വരുന്ന കണ്ടിട്ടില്ലേ. ആദ്യമായിട്ട് മുളച്ചു വരുമ്പോൾ മഞ്ഞ നിറക്കുണ്ടാവും ചിലർക്ക് അല്ലേ. മുഴുത്തവിയ ഇങ്ങനെ ചാഞ്ഞ് ചെരിഞ്ഞിട്ട് ഇങ്ങനെ ചാഞ്ഞിട്ടൊക്കെ ഇങ്ങനെയൊക്കെ മുളച്ചു വരുന്ന കണ്ടിട്ടില്ലേ വിത്തുകൾ. അതേപോലെ അവര് പുതുജീവൻ കിട്ടി മുളച്ചു വരുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഹയാത്ത് എന്നാണ് പറഞ്ഞത്, ഹയാ എന്നാണ് പറഞ്ഞത് അല്ലേ. ഹയാ എന്നാണ് മഴവെള്ള നദിയാണ്, ഹയാ വേറെ, ലജ്ജാണ്. النبي سعيد الخدري رضي الله عنه قال رسول الله صلى الله عليه وسلم بين أنا نائم رأيت الناس يغرضون علي وعليهم قمص منها ما يبلغ الثدية ومنها دون ذلك وعرض علي عمر بن الخطاب وعليه قميص يجره قالوا فما أولت ذلك يا رسول الله قال أبدي. النبي سعيد الخدري رضي الله عنه قال, അബൂ സഈദ് അൽ ഖുദരി തന്നെ മറ്റൊരു നിവേദനം, മറ്റൊരു ഹദീസ്. അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈനാ അന നായിമുൻ, ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ, ഞാൻ ഉറങ്ങിയപ്പോൾ ഒരിക്കലും ഉറങ്ങിയപ്പോൾ റഅയ്തു നാസ യഗ്റദൂന അലയ്യ, റഅയ്തു ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ കണ്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ, സ്വപ്നത്തിൽ കണ്ടു. എന്ത് യഗ്റദൂന അലയ്യ, ജനങ്ങളെ ഞാൻ കണ്ടു. യുഗറദൂന അലിയ, അവർ എന്റെ മുമ്പിൽ വെളിവാക്കപ്പെട്ടു. കുറെ ആളുകളെ ഞാൻ കണ്ടു, സ്വപ്നത്തില് കുറെ ആളുകളെ കണ്ടു. അലൈഹിം ഖുമുസുൻ, ഖമീസുൻ ഷർട്ട് കുപ്പായം അല്ലേ. ജമ് ഖുമുസുൻ, ഒന്ന് ഉറക്കപ്പെടാ, ഖുമുസുൻ തെളിച്ചു പറയാത്ത ഖുമുസുൻ, അലൈഹിം ഖുമുസുൻ, അവർ കുപ്പായങ്ങളുണ്ട്, ഷർട്ടുകളുണ്ട്. മിൻഹാ മാ യബ്ലുഗു സുദിയ, ചിലരുടെ ഖമീസ് എവിടെ വരെയുണ്ട്, അവരുടെ മാറ് വരെയുണ്ട്. മാറ് വരെ എത്താത്തതും ഉണ്ട്, മനസ്സിലായി, അതിനും കുറവുള്ളു. ചിലരുടെ മാറ് വരെയുണ്ട്, ചിലരുടെ കുപ്പായം അത് അത്രയ്ക്കും എത്തിയിട്ടില്ല. അലയ്യ ഉമർ ബിൻ ഖത്താബ് അലൈഹി ഖമീസുൻ യജുറു, അതെ ഉമർ റളിയല്ലാഹുവിനെ ഞാൻ കണ്ടു, ഉറക്കത്തിൽ സ്വപ്നത്തിൽ കാണുന്നത്. അപ്പൊ അലൈഹി ഖമീസുൻ യജുറു, അദ്ദേഹത്തിന്റെ കുപ്പായം ഇങ്ങനെ വലിച്ചിറക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കുപ്പായം വലിച്ചിറക്കുന്നുണ്ട്, നല്ല നീളമുണ്ട്, ശരിയല്ലേ. പാലു, അപ്പൊ ഈ സ്വപ്നത്തിന്റെ കാര്യം അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാൻ നബിയും സഹാബാക്കളെ കണ്ട്. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, കാലു, സഹാബാക്കൾ ചോദിച്ചു, അവർ ചോദിച്ചു പറഞ്ഞവിടെ സഹാബാക്കളാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായി. സഹാബാക്കൾ ചോദിച്ചു നബിയോട്, ഫമാ അവ്വൽത ദാലിക യാ റസൂലല്ലാഹ്, അവ്വല മീൻസ് അവ്വല വ്യാഖ്യാനിച്ചു, ഇന്റർപ്രറ്റഡ് അല്ലേ. അവ്വലുൻ മീൻസ് ആദ്യത്തേത്, അവ്വലുൻ ആഖിറു അല്ലേ. യാ അവ്വലു യാ അല്ലാഹ്, യാ ആഖിറു യാ അല്ലാഹ്, എന്താണ് ഏതിൽപ്പെട്ടാണ് അവ്വൽ, അസ്മാഉൽ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, അള്ളാഹുവിന്റെ റസൂലെ, എന്താണ് ഇതിന്റെ വ്യാഖ്യാനം, അള്ളാഹുവിന്റെ റസൂലെ എന്താണ് ഇതിന്റെ വ്യാഖ്യാനം ചോദിച്ചു. അപ്പൊ ഖാല, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീൻ, അത് മതമാണ്, ദീനാണ്, ദീനുൽ ഇസ്ലാമാണ്. അപ്പൊ ഈ കുപ്പായത്തിന്റെ നീളം എന്താണ്, ദീനിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ്. അവിടെ അതൊരു വ്യാഖ്യാനം പറഞ്ഞതാണ്, മനസ്സിലായില്ലേ. ബാബുൻ അൽ ഹയാ മിനൽ ഈമാൻ, മോഡസ്റ്റി ഇസ് എ പാർട്ട് ഓഫ് ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ഹയാ എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. ഹയാ എന്ന് പറയുന്നത് ലജ്ജ. അടുത്ത ഹദീസ്, عن ابن عمر رضي الله عنهما
أن رسول الله صلى الله عليه وسلم مر على رجل من الأنصار وهو يعظ أخاه في الحياء فقال رسول الله صلى الله عليه وسلم دعوه فإن الحياء من الإيمان. عن ابن عمر رضي الله عنهما narrate ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ എന്ന് പറയാൻ കാരണം എന്താ? റളിയല്ലാഹു അൻഹുമ കുമാർ രണ്ടുപേര് അല്ലേ, രണ്ടുപേര് എന്ന് പറഞ്ഞാൽ അവിടെ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമറിന്റെ മകൻ ഇബ്നു ഉമർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മനസ്സിലായേ? റളിയല്ലാഹു അൻഹു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ അലാ റജുലിൻ മിനൽ അൻസാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരിയായ ഒരു സഹാബിയുടെ, ഒരു വ്യക്തിയുടെ അടുത്തൂടെ നടന്നു പോവുകയായിരുന്നു. അടുത്തൂടെ, സമീപത്തൂടെ. മറ അല എന്ന് പറഞ്ഞാൽ സമീപത്തൂടെ നടന്നു. അതെ. അൻസാർ എന്ന് പറഞ്ഞാൽ ആരാണ്? സഹായിച്ച ആളുകൾ അല്ലെ. എങ്ങനെ സഹായിച്ച? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രാമത്തെ വയസ്സിൽ? 53-ാമത്തെ വയസ്സിൽ ഹിജറ പോയി. ആ ഹിജറ പോയ സമയത്ത്, അങ്ങനെ ഹിജറ പോയ ആളുകളെ നമ്മൾ എന്ത് പറയും? അവർക്ക് പറ മുഹാജിറുകൾ എന്ന് പറയും. അങ്ങനെ മുഹാജിറുകൾ അവിടെ ചെന്നപ്പോൾ മദീനയിൽ അവർക്കൊന്നുമില്ല അല്ലേ. അവരെ സഹായിക്കാനായി കുറെ ആളുകൾ അവർ സന്നദ്ധരായി. അവിടെ അവരെ സഹായിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ സഹായിച്ച സഹാബികളെയാണ് അൻസാറുകൾ എന്ന് പറയുന്നത്. നസ്വറ എന്ന് പറയുന്നത് എന്താ? സഹായിച്ചു, ഹെൽപ്ഡ്, സഹായിച്ചു അല്ലേ. അൻസാർ സഹായികൾ. വഹുവ യഅദു അഖാഹു. അപ്പൊ ഈ അൻസാരിയായ സഹാബി, അൻസാരികളിൽപ്പെട്ട ഈ ഒരു സഹാബി അദ്ദേഹത്തിന്റെ സഹോദരനെ യഅദു, വഅദ മീൻസ് ഉപദേശം, അഡ്വൈസ് അല്ലേ. വഅദ ഉപദേശം, വഅദ എന്താണ്? മാദിയാ ഫീലാണ്. ഫഅല ഉപദേശിക്കുകയായിരുന്നു. അഹാഹു, അദ്ദേഹത്തിന്റെ സഹോദരനെ, ഈ അൻസാരിയായ സഹാബി അദ്ദേഹത്തിന്റെ സഹോദരനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് കാര്യത്തിൽ? ഫിൽ ഹയാ, ലജ്ജയുടെ കാര്യത്തിൽ. നമ്മളിങ്ങനെ പറയില്ലേ, ഇത്ര അവൻ ഭയങ്കര കുറവാണ്, ലജ്ജയാണെന്നൊക്കെ പറയില്ലേ. അങ്ങനെ അത്രക്ക് കുറവുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയില്ലേ. ലജ്ജയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദഅഹു, അവനെ വിട്ടേക്കുക. അവന്റെ കാര്യം വിട്ടേക്കുക. എന്ത് കാര്യത്തിൽ? ഫഇന്നൽ ഹയാ മിനൽ ഈമാൻ. നിശ്ചയം ഹയാ, ലജ്ജ ഈമാന്റെ ഭാഗമാണ്. വേറെ കുറച്ച് ലജ്ജ വേണം. തീരെ ലജ്ജ ഇല്ലെങ്കിൽ അത് മനുഷ്യൻ ചെയ്യാൻ പറ്റാത്തതെന്താ? അന്ന് ലജ്ജയില്ലല്ലോ ഒരാൾക്ക്. എന്തും കാട്ടിക്കൂട്ടാം അല്ലേ. ഏത് പെണ്ണിന്റെ കൂടെ പോകാം, സ്വന്തം ഭാര്യയുടെ കൂടെ മാത്രമല്ല ആരുടെ കൂടെയും ജീവിക്കുക, എന്തും കാണുക, എന്ത് മോശത്തരം കാണുന്നതിനും പ്രശ്നമില്ല. അപ്പൊ അത് ലജ്ജ ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് അല്ലേ. അപ്പം ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. മാത്രമല്ല, നമ്മൾ തിന്മ ചെയ്യുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മൾ ഹദറാക്കപ്പെടും എന്നൊരു ലജ്ജ, ഇത് അല്ലാഹ് കാണുന്നുണ്ട് എന്നൊരു നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലജ്ജയുണ്ടാവും. അപ്പൊ നമ്മൾ ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ ബാത്റൂമില് ഡ്രസ്സ് ഇല്ലാതെ നിന്നാല് അത് എന്താണ്? ഡ്രസ്സ് ഇല്ലാതെ നിൽക്കാന്ന് ബാത്റൂമിൽ ഒരാള് ആരും കാണൂല, പക്ഷെ അള്ളാഹു കാണുന്നുണ്ട് എന്നല്ല ലജ്ജ വേണം അല്ലേ. വേറെ സൃഷ്ടി കണ്ട് അള്ളാഹ്, മനുഷ്യരല്ലാത്ത അവര് കാണാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബാത്റൂമിലാണെങ്കിലും അതിന്റെ ഒരു മര്യാദയിലുള്ള ഡ്രസ്സൊക്കെ വേണം. നന്നായിട്ട് അയച്ചിട്ട് കുളിക്കാൻ പാടില്ല, ഒന്നും ഇടാതെ കുളിക്കാൻ പാടില്ല. അത് കറാഹത്താണ്. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ പല ഭാഗങ്ങളിലുണ്ട് ലജ്ജയുടെ കാര്യം. അപ്പൊ ലജ്ജ എന്താണ്? ഈമാനിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ എന്ത് ചോദിച്ചാലും ഇങ്ങനെ കുറവായിട്ട് നിൽക്കുന്നുള്ളതല്ലേ. ലജ്ജ ഈമാനിന്റെ ഒരു ഭാഗമാണ്. ആവശ്യത്തിന് ലജ്ജ കുട്ടികൾ. അടുത്തത് ബാബുൻ, അടുത്ത ബാബ്. فإن تابوا وأقاموا الصلاة وآتوا الزكاة فخلوا سبيلهم എന്നുള്ള ബാബ്. ഇതൊരു തൗബ, സൂറത്ത് തൗബയിലെ ഒരു ആയത്താണ്. അവർ തൗബ ചെയ്യുകയും നിസ്കാരം നിലർത്തുകയും സകാത്ത് കൊടുത്തു വിട്ടുകയും ചെയ്യുകയാണെങ്കിൽ ഫഖല്ലു സബീലഹും, അവരെ വഴിക്കൂല എന്ന് പറഞ്ഞത് സംബന്ധിച്ച് ഒരു ഹദീസ് ആ ബാബില് ഉണ്ട്. ഒരു ഹദീസ് എന്താണ്? عن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال أمرت أن أقاتل الناس حتى يشهدوا أن لا إله إلا الله
وأن محمد رسول الله ويقيم الصلاة ويؤتوا الزكاة فإذا فعلوا ذلك عصموا مني دماءهم وأموالهم إلا بحق الإسلام وحسابهم على الله. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇസ്ലാം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കം വ്യക്തമായിട്ട് പറയണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ, സല്ലല്ലാഹു അലൈഹി വസല്ലം, അലൈഹി വസല്ലം വ്യക്തമാകണത് ഹി എന്നൊക്കെ, എന്നാലേ ഇത് ശരിയാവും. എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് എപ്പോഴും അവർക്ക് പറഞ്ഞു കുഴപ്പമില്ല, എത്ര പ്രാവശ്യം പറഞ്ഞാലും പറയാം. സ്വലാത്തിന് കൂലിയിടും. എന്താ പേടി? ഇപ്പൊ പറഞ്ഞ ഓരോ പ്രാവശ്യം ഇപ്പൊ നേരെ പറഞ്ഞാലേ ഇനിയിപ്പോ ഇപ്പൊ തന്നെ പറയുന്നത്, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർതു അൻ നുഖാതില അന്നാസ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് എന്ത്? ഉമിർതു അൻ നുഖാതില അന്നാസ, എന്നോട് കൽപ്പിക്കപ്പെട്ടു. അമറാന്ന് പറഞ്ഞാൽ കൽപ്പിച്ചു, ഓർഡേഡ്, കൽപ്പിച്ചു അല്ലേ? ഉമിർത്തു, ഉമിറ കൽപ്പിക്കപ്പെട്ടു, ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്നോട് അള്ളാഹു കൽപ്പിച്ചു എന്നർത്ഥം. അൻ നുഖാതില അന്നാസ, ജനങ്ങളുമായി യുദ്ധം ചെയ്യാം. അതെന്താ സംഭവം? ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഇവരോട് കൽപ്പിക്കുന്നു. അപ്പൊ തെറ്റിദ്ധാരണ വേണ്ട. എന്തിനാ? ഹത്താ യശ്ഹദു, അവർ സാക്ഷ്യം വഹിക്കുന്നവരെ, അവർ ഷഹാദത്ത് ചൊല്ലുന്നവരെ. അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്ത് ഷഹാദത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതാണ് ഷഹാദത്ത്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്നതിന്റെ അർത്ഥം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും, ആദ്യം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം മാത്രം ചോദിച്ചു. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ മതിയോ? പറഞ്ഞാൽ പോരാ, ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുക. ശരി, അപ്പോഴാ ശരിക്കുള്ള ഈമാനാണ്. ഈമാനും അമലും ഒന്നിച്ചു പോകും. അവിടെ പറയുന്നുണ്ട് പിന്നെ അടുത്ത ബാബില്, അൽ ഈമാനു ഇന്നൽ ഈമാന ഹുവൽ അമൽ. ഈമാൻ എന്ന് പറഞ്ഞാൽ അമലാണ്. ഒരു ഈമാൻ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരി, ഈമാന്റെ കൂടെ അമല് വേണം. അതാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള ജീവിതം കൂടെ ആവണം. അപ്പോഴാണ് അതിന്റെ ശരിയായ അർത്ഥത്തിൽ ഈമാനാണ്. ശരി, അൽ ഈമാൻ ബിൽ അമൽ. അപ്പൊ നിശ്ചയം അള്ളാഹു അല്ലാതെ ഇലാഹു ഇല്ലെന്നും, അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ഒറ്റ ശക്തി മാത്രമേ ഉള്ളൂ. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് പരമമായിട്ട്, ആത്യന്തികമായിട്ട് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്, ഈ ലോകത്തെ പടച്ച് ഈ ലോകത്തെ പരിപാലിച്ചു വരുന്ന ആരാധനക്ക്, ഇബാദത്തിന് അന്തിമമായിട്ട്, ആത്യന്തികമായിട്ട് ആത്യന്തികമായിട്ടുള്ള വണക്കം ആണ് ഇബാദത്ത് എന്ന് പറയുന്നത്. പരമമായിട്ടുള്ള വണക്കമാണ് ഇബാദത്ത്. അത് അള്ളാഹുവിന് മാത്രമാണ്. അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, നിശ്ചയം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്നതും അവർ സാക്ഷ്യം വഹിക്കുന്നത് വരെ. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തല്ല? ദൈവമല്ല, അള്ളാഹു അല്ല. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണ്, അഫ്ളലുർ റസൂലാണ്. അംബിയാ മുർസലുകളിൽ ഏറ്റവും പ്രധാനിയാണ്, ഏറ്റവും ശ്രേഷ്ഠനാണ്. അഷ്റഫുൽ ഖൽഖാണ്, എല്ലാ സൃഷ്ടികളിലും ഏറ്റവും പ്രധാനം, ഏറ്റവും ശ്രേഷ്ഠരാണ്. അഷ്റഫുൽ ഖൽഖാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തല്ല? അള്ളാഹു അല്ല. പക്ഷെ എന്താണ്? അള്ളാഹുവിന്റെ ദൂതരാണ്. സാധാരണ ഒരു മനുഷ്യനാണോ? അല്ല, സാധാരണ ഒരു മനുഷ്യനല്ല. സാധാരണ മനുഷ്യനെ പോലെ വിവാഹം കഴിച്ചിരുന്നു, ജീവിച്ചിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ എന്തല്ല? സാധാരണ മനുഷ്യനല്ല, മലക്കല്ല, അള്ളാഹു അല്ല. പക്ഷെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട അള്ളാഹുവിന്റെ ദൂതരാണ്. അതേപോലെ അള്ളാഹുവിന്റെ ദൂതന്മാർ മുമ്പും കഴിഞ്ഞു പോയിട്ടുണ്ട്. 300-ലധികം മുർസലുകളുണ്ട്, ലക്ഷക്കണക്കിന് അമ്പിയാക്കളുണ്ട്, ആദം മുതൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തിമ നബി, അന്ത്യ റസൂൽ ആരാണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഏറ്റവും ശ്രേഷ്ഠരാണ്. അവർ നിസ്കാരം നിലനിർത്തുകയും, നിസ്കാരം എന്ന് പറഞ്ഞാൽ എത്ര നേരം നിസ്കാരം ഉണ്ട്? നമുക്ക് 5 നേരത്തെ നിസ്കാരമുണ്ട്. മുമ്പുള്ള സമുദായങ്ങൾക്കും നിസ്കാരം ഉണ്ടായിരുന്നു, നോമ്പുണ്ടായിരുന്നു. അത് വ്യത്യസ്ത രൂപത്തിലായിരുന്നു മാത്രം. പക്ഷെ ഇസ്ലാം, ആദം അലൈഹി ഇസ്ലാം മുതൽ ഇസ്ലാം ഉണ്ട്. ഇസ്ലാമിന്റെ അന്തിമ രൂപമാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈനലൈസ് ചെയ്തത്. ശരി, അപ്പൊ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനുമായി വന്നതോടുകൂടി മറ്റു മുൻ വേദങ്ങൾ ദുർബലപ്പെട്ടു. അത് അതാത് കാലഘട്ടങ്ങളിലേക്ക് മാത്രമായിരുന്നു.
അന്നുള്ളവർക്ക് അതനുസരിച്ച് ജീവിച്ച് അവർ സ്വർഗത്തിൽ പോകും. ശരി. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ശേഷം പിന്നെ ഏതാണ് അന്തിമ വേദം ഏതാണ്? അൽ ഖുർആൻ. അപ്പൊ അതനുസരിച്ച് ജീവിക്കും. മുഹമ്മദ് നബിയാണ് പിന്നെ റസൂൽ. മുമ്പുള്ളവരും മുസ്ലിങ്ങളുണ്ട്, അവരെ വിശ്വസിക്കണം. പക്ഷെ അവരുടെ ശരീഅത്ത് പിന്നീട് ദുർബലപ്പെട്ടു. അതിൽപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ശരി. നിസ്കാരം നിലനിർത്തണം. സക്കാത്ത് കൊടുത്തു കിട്ടണം. സമ്പത്ത് നിശ്ചിത കണക്കിൽ ഉണ്ടായാൽ ഓരോന്നിന് കണക്കുകൾ പറയുന്നുണ്ട്. അതിന്റെ വിശദാംശം അതിൽ സക്കാത്ത് കൊടുക്കണം. എല്ലാ തരം സമ്പത്തിനും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സക്കാത്ത് വന്നിട്ടുണ്ട്. അവർ അത് ചെയ്താൽ അവരുടെ സമ്പത്തും അവരുടെ രക്തവും അവരും അവരുടെ സമ്പത്തും, അതായത് അവരുടെ രക്തം എന്ന് പറയുമ്പോൾ അവർ എന്നിൽ നിന്ന് സുരക്ഷിതരാണ്. ഇല്ലാ ബിഹഖൽ ഇസ്ലാം, പിന്നീട് ഇസ്ലാമിന്റെ ബാധ്യത അവർക്കുണ്ടാകുന്നു. ഇസ്ലാമിന്റെ ഹക്ക് പ്രകാരം ചിലപ്പോൾ ഒരാളെ കൊല്ലേണ്ടി വരും. അതായത് ഒരാളെ കൊന്നു, അയാളാണ് വ്യക്തമായി, ഒരാൾ ആരാഘാതകൻ എന്ന് വ്യക്തമായി. ഇപ്പൊ ഇസ്ലാമിക കോടതി, ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അവരെ ശിക്ഷിക്കും. മറ്റു ഭരണകൂടങ്ങളിലും ഉണ്ട്. അപ്പൊ ആ കൊല തെളിയിക്കപ്പെട്ടാൽ ഈ കൊല്ലപ്പെട്ട ആളെ പകരമായിട്ട് മാറ്റി ഈ ഘാതകനെ കൊല്ലും. അങ്ങനെ കൊല്ലാതിരുന്നാലുള്ള പ്രശ്നം എന്താ? കൊലപാതകം കൂടുതലാകും, നാട്ടിൽ വർദ്ധിക്കും. അതിനാണ് കൊല ശിക്ഷയായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾ, അവകാശികൾ, നിയമപരമായിട്ടുള്ള അവകാശികൾ മാപ്പാക്കുകയാണെങ്കിൽ മാപ്പാക്കുക, അതൊക്കെ വേറെ നിയമങ്ങളുണ്ട്. ശരി. അപ്പൊ അതാണ് ഈ ഹഖുൽ ഇസ്ലാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അങ്ങനെ ഒരാൾ മുസ്ലിം ആണെങ്കിൽ അയാൾ കൊല്ലേണ്ടി വരും. ഹിസാബുഹും അലല്ലാഹ്, അവരുടെ വിചാരണ അള്ളാഹുവിന്റെ പക്കലാണ്, അവരുടെ കണക്ക് ബോധിക്കുക അള്ളാഹുവിന്റെ പക്കലാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സാക്ഷ്യപ്പെടുത്തിയാൽ അയാളുടെ ഉള്ളുകള്ളി എന്താണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അള്ളാഹ് നോക്കിക്കോളും. പ്രത്യക്ഷത്തിൽ ലാഹിറായിട്ട് ഒരാൾ മുസ്ലിം ആയിട്ട് നമ്മൾ കണക്കാക്കാൻ പറ്റുകയാണ്. അബ്ദുല്ലാഹിബ്നു സലൂൽ എന്ന് പറഞ്ഞ മുനാഫിഖ് മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നിസ്കരിച്ചു, മയ്യിത്ത് നിസ്കരിച്ചു. മുസ്ലിങ്ങൾക്ക് മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ മയ്യിത്ത് നിസ്കരിച്ചു, അല്ലേ? നമ്മൾ പഠിച്ചതാണ്. അവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ആയിട്ട് പോലും എന്ത് ചെയ്തു? നബിക്കറിയാം മുനാഫിഖ്, എന്നിട്ട് പോലും എന്താണ് പ്രത്യക്ഷത്തിൽ മുസ്ലിമാണ്. അപ്പം മുസ്ലിമിന്റെ നടപടിക്രമം പാലിച്ചു, അത് ചെയ്തു, അയാൾക്കുള്ള ബാധ്യത ചെയ്തു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട എന്താണ്? ഈ ഹദീസ് വെച്ചിട്ട് മുസ്ലിങ്ങളായ ആളുകളൊക്കെ പോയി കൊല്ലണം എന്നാണ് അർത്ഥം. അവർ മുസ്ലിം, ഓരൊക്കെ മുസ്ലിങ്ങളാണ് വരെ, അവരൊക്കെ മുസ്ലിമാണ് വരെ നബി കൊല്ലാൻ പറഞ്ഞത്? അങ്ങനെയല്ല. ഇസ്ലാമിൽ യുദ്ധം അനുവദിച്ചത് എപ്പോഴാണ്? ഇസ്ലാമിൽ യുദ്ധം അനുവദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ കുറേ അധികം ആക്രമിച്ചു, തുടർച്ചയായിട്ട് ആക്രമണം സഹിക്ക വയ്യാതായപ്പോൾ അവസാനം രക്ഷപ്പെട്ടു മദീനയിലേക്ക് പോയി. പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ശത്രുക്കൾ. അങ്ങനെ നിക്കക്കളില്ലാതെ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തരവ് വന്നു, അനുവാദം വന്നു. എന്ത്? യുദ്ധം ചെയ്യാൻ, ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വേണ്ടി, ശത്രുക്കളെ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് യുദ്ധം അനുവദിച്ചത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കാൻ വിചാരിക്കുക. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് പിടിക്കപ്പെട്ടു വിചാരിക്കാം. പിടിക്കപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ മുസ്ലിമായി പറഞ്ഞു ഒരാൾ പറഞ്ഞു വിചാരിക്കാം. സപ്പോസ് അങ്ങനെ പറഞ്ഞാൽ ചില ആളുകൾക്ക്, ചില സഹാബാക്കളായ ചില സന്ദർഭങ്ങളിൽ പിന്നെ അങ്ങനെ പറഞ്ഞവരുടെ അവര് വെറുതെ അറിയാവുന്നതാണ്, കൊല്ലണം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചില്ല. എന്താണ്? പ്രത്യക്ഷത്തിൽ ഒരാൾ മുസ്ലിം ആയാൽ, അയാൾ കലിമ ചൊല്ലിയാൽ അയാൾ മുസ്ലിമാണ്. പിന്നെ അയാളുടെ ഉള്ളുകള്ളി അത് ഇസ്ലാമു അള്ളാഹിന്റെ അടുത്തുള്ള അയാളുടെ ഉള്ളു ചികഞ്ഞു നോക്കേണ്ട കാര്യം ആളുകൾക്കില്ല. അപ്പൊ നബി പറഞ്ഞതാണ്, അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ ഒരാൾ പിന്നെ ഇസ്ലാം മതം ഞാൻ മുസ്ലിമായി പറഞ്ഞാൽ പിന്നെ അയാൾ കൊല്ലാൻ പാടില്ല. ശരി. അല്ലെങ്കിലും ആ മുസ്ലിങ്ങളെ പോയിട്ട് വെറുതെ കൊല്ലാൻ പാടില്ല. അങ്ങനെ കൊല്ലാൻ പാടില്ല. മറ്റു മതക്കാരെ അവര് ഒരു മതം സ്വീകരിച്ചു, വേറൊരു മതം സ്വീകരിച്ചു വിചാരിച്ച് കൊല്ലാൻ പാടില്ല. ഇസ്ലാമിനെ നമ്മൾ പ്രചരിപ്പിക്കണം എന്നുള്ള ശരിയാണ്. പക്ഷെ അത് വാളുകൊണ്ട് ഇസ്ലാം പ്രചരിപ്പിച്ചു എന്നുള്ളതല്ല. ഇസ്ലാം പ്രചരണത്തിൽ യുദ്ധം ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അത് പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇസ്ലാം സ്വീകരിക്കാത്തവർ മുഴുവൻ കൊന്നെടുക്കുന്ന ഒരു രീതിയല്ല ഇസ്ലാമിനുള്ളത്.
അങ്ങനെയാണെങ്കിൽ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് എല്ലാം നബിയുടെ കാലത്ത് ഖുലഫാക്കളുടെ കാലത്തൊക്കെ ജൂതന്മാരും ഒക്കെ ഇസ്ലാമിക ഗവൺമെന്റ് കീഴിൽ തന്നെ ജീവിച്ചത് അവരുടെ മതം അനുസരിച്ച്. അവരൊന്നും പോയി കൊന്നിട്ടില്ലല്ലോ. ശരി. പക്ഷെ എന്താണ് സംഭവം? യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയാം, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ കുറച്ച് ആള് ഇസ്ലാം സ്വീകരിച്ചു, പിടിക്കപ്പെട്ടപ്പോഴോ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ വന്നാൽ പിന്നീട് അവരുടെ ഉള്ളുകളി അന്വേഷിക്കാനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവരെ മുസ്ലിം അംഗങ്ങളായിട്ട് പരിഗണിക്കണം. പിന്നീട് അവരെ ശത്രുക്കളാണെങ്കിൽ പോലും അവർ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിന്റെ ഭാഗമായി പിന്നെ അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നതാണ് മനസ്സിലാക്കണം കേട്ടോ. അടുത്ത ചോദ്യം, അടുത്തത് ബാബു മൻ ഖാല ഇന്നൽ ഈമാന ഹുവൽ അമൽ. ഈമാൻ എന്ന് പറഞ്ഞാൽ അമലാണ് എന്ന് പറയുന്നത് ബാബു. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിൽ പറയുന്നത്, വതിൽകൽ ജന്നത്തുൽ ലതി ഊരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ. സൂറ സുഖ്റൂഫിലാണ് ഇത്. ആ സ്വർഗം അത് നിങ്ങൾക്ക് അനന്തരാവകാശം, അവർക്ക് ഊരിസ്തുമൂഹ അനന്തരാവകാശം നൽകപ്പെട്ടിരിക്കുന്നു. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ അമൽ ചെയ്തതിന്റെ ഫലമായി. അമൽ ചെയ്താലാണ് സ്വർഗം. ഈമാൻ ഉണ്ടാകാന്ന് പറഞ്ഞാൽ ഈമാൻ വിത്ത് അമലാണ്, അമലോട് കൂടിയുള്ള ഈമാനാണ്. വേറെ ആയത്ത്, فَوَرَبِّكَ لَنَسْأَلَنَّهُمْ أَجْمَعِينَ عَمَّا كَانُوا يَعْمَلُونَ. അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിശ്ചയം നിന്റെ റബ്ബാണ് സത്യം, അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് അവരോട് എല്ലാം ചോദിക്കപ്പെടും. എല്ലാവരോടും ചോദിക്കപ്പെടും. അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച്, അമൽ ചെയ്തതിനെ കുറിച്ച് ചോദിക്കപ്പെടുന്നതാണ്. الحديث عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال سئل أي العمل أفضل فقال إيمان بالله ورسوله. إيمان بالله ورسوله. قيل ثم ماذا؟ قال الجهاد في سبيل الله. قيل ثم ماذا؟ قال حج مبرور. أبو هريرة رضي الله عنه للنوادنا أن رسول الله صلى الله عليه وسلم سئل ചോദിച്ചു, ആസ്ക്ഡ് അല്ലേ? സഅല സുഇല മജ്ഹൂൽ, മനസ്സിലായോ? ചോദിക്കപ്പെട്ടു, അങ്ങനെ തന്നെ. ഫഅല ഫുഇല, കതബ കുതിബ, കസറ നുസിറ, ഫതഹ ഫുതിഹ, മജ്ഹൂൽ. സുഇല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെ ചോദിച്ചു? അയ്യുൽ അമലി അഫ്ളൽ, ഏത് അമലാണ് ഏറ്റവും ശ്രേഷ്ഠം, അഫ്ളലായത് ഏത് അമലാണെന്ന് ചോദിച്ചു. ഈമാനും ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കലാണ്. അപ്പൊ വിശ്വാസം എന്ന അമലാണ്. ശരി. അപ്പൊ അൽ ഈമാനു അൽ അമൽ. ശരി. എന്താണ് ഇന്നൽ ഈമാന ഹുവൽ അമൽ എന്നുള്ള ബാബിലാണ് ഈ പറയുന്നത്. അപ്പൊ എന്താണ് വിശ്വാസം, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കാനുള്ളത് ഒരു അമല് തന്നെയാണ്. വെറും എനിക്കൊരു വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതൊരു അമലാണ്. പിന്നെ ഏതാണെന്ന് ചോദിച്ചു. പിന്നെ ഏതാണ് അഫ്ളലായ അമലെന്ന് ചോദിച്ചു. അമലേതാണെന്ന് ചോദിച്ചത്. ശരി. അൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ. സമരം ചെയ്യാ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യാന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യൽ മാത്രമല്ല, അത് അവസാന അടവാണ്, അവസാന ഘട്ടത്തിലാണ് യുദ്ധം. ഏറ്റവും അഫ്ളലുൽ ജിഹാദ് എന്ന് പറയുന്നത്, അഫ്ളലുൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തോട് യുദ്ധം ചെയ്യൽ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിൽ നമുക്ക് തിന്മകൾ ചെയ്യാനുള്ളൊരു വാഞ്ച ഉണ്ടാകും, തിന്മകൾ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാകും. സാത്താനികമായിട്ട്, ശൈത്വാനികമായിട്ട്, പൈശാചികമായ ഒരു പ്രേരണകൾ ഉണ്ടാവും നമ്മുടെ മനസ്സിനകത്ത്. ആ പ്രേരണയെ നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ട്, അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കടന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അതിജയിച്ചിട്ട് നമ്മൾ നന്മകൾ മാത്രം ചെയ്യണം, തിന്മകളെ നമ്മൾ മാറ്റി നിർത്തിയിട്ട്. അപ്പൊ നമ്മുടെ ശരീരത്തോട് തന്നെ ചെയ്യുന്ന ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഹോളി വാർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. അത് ശരിയല്ല. വിശുദ്ധ യുദ്ധം അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഖത്താല്
യുദ്ധത്തിന് ഖിത്താൽ നമ്മൾ നേരത്തെ പറഞ്ഞു അൽ ഉഖാതില ഫീ സബീലില്ലാഹ് അല്ലേ? ഉമിർതു അൻ ഉഖാതില അന്നാസ് അവിടെ ഖിത്താലാണ്. ഖിത്താൽ ഇത് ജിഹാദ്. ജിഹാദ് എന്ന് പറയുന്നതിന്റെ ഭാഗമാണ് ഖിത്താൽ. സ്വന്തം ശരീരത്തോടെ യുദ്ധം ചെയ്യുക. പിന്നെ സമൂഹത്തിലുള്ള തിന്മകൾക്കെതിരെ പ്രതികരിക്കുക, എഴുതുക, പ്രസംഗിക്കുക, ആളുകളെ ഉപദേശിക്കുക, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക, ഇസ്ലാമിക പ്രബോധനം ചെയ്യുക. അതെല്ലാം എന്താണ്? ഒക്കെ ഏതിൽപ്പെടും? ജിഹാദിൽപ്പെടും. അടിയന്തര ഘട്ടങ്ങളിൽ അത്യാവശ്യം വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യാം. ഒരു ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കാൻ അവിടെ ശത്രുക്കൾ രാജ്യം ആക്രമിക്കുന്നു, പ്രതിരോധിക്കണ്ടേ? അതിന് യുദ്ധം ചെയ്യാം. പിന്നെ ഇപ്പൊ നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ജീവിക്കും. ഇവിടെ നമുക്ക് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായി ജീവിക്കാനുള്ള അനുവാദമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? മറ്റുള്ള ആളുകളെ പോയിട്ട് അവരുടെ പോയിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. നാം ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക, മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് ജീവിക്കണം. അമുസ്ലിങ്ങളെ സഹായിക്കാൻ മുസ്ലിം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അയൽവക്കത്ത് പട്ടിണി കിടക്കുന്ന ആളെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് നമ്മൾ മാതൃകയായിട്ട് ജീവിക്കുമ്പോൾ മര്യാദക്ക് ജീവിക്കാൻ പറ്റും. ശരിയല്ലേ? അൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ. സമരം ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊട്ടി പിടിച്ചിട്ട് സമരം ചെയ്യാൻ മാത്രമല്ല. മനസ്സിലായില്ലേ? ജിഹാദ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. തീല സുമ്മ മാതാ, പിന്നെ ഏതാണെന്ന് ചോദിച്ചു. ഹജ്ജുൻ മബ്റൂർ. ഖാല ഹജ്ജുൻ മബ്റൂർ, മബ്റൂറായ ഹജ്ജാണ്. അള്ളാഹുവിനെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത ഹജ്ജ്, അള്ളാഹു സ്വീകരിച്ച ഹജ്ജ്, മബ്റൂറായ പുണ്യകരമായ ഹജ്ജ്. ബിർറുൻ കേട്ടിട്ടില്ലേ? ബിർറുൻ, ബർറുൻ, ബിർറുൻ, ബുർറുൻ. ബർറ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് പഠിച്ചതാണ്. ബർറ് എന്ന് പറഞ്ഞാൽ കര അല്ലേ? ബർറ് ബഹർ, ബർറ് കര, ലാൻഡ്. ബഹർ നദിയോ? നെഹ്റല്ലേ നദി? ബഹർ പറ. കടൽ ശരി തന്നെയാണ് സംശയിച്ചിരിക്കുന്നത്. അറിയുന്നത് കടൽ, സമുദ്രം, ബഹർ. ബഹർ മനസ്സിലായില്ലേ? ബർറുൻ ബഹർ. ഇനി ബിറുൻ ഗുണം, ബിറുൻ ഗുണം, ബുറുൻ ഗോതമ്പ്, വീറ്റ്, ഗോതമ്പ്. മനസ്സിലായില്ലേ? അപ്പൊ മബ്റൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിറുള്ള മഫ്ഊലാണത്, മഫ്ഊലാണ്. മബ്റൂർ പുണ്യകരമായ, ബിറുള്ള ഹജ്ജ്, മബ്റൂറായ ഹജ്ജ്. അതാണ് ഇനി മറ്റൊരു ഹദീസ്. عن سعد رضي الله عنه أن رسول الله صلى الله عليه وسلم أعطى راحة وسعد جالس فترك رسول الله صلى الله عليه وسلم رجلا وأعجبهم إلي فقلت يا رسول الله ما لك عن فلان فوالله إني لأراه مؤمنة فقال أو مسلمة فسكت قليلا ثم غلبني ما أعلم منه فعدت إلى مقالتي فقلت ما لك عن فلان فوالله إني لأراه مؤمنة فقال أو مسلمة ثم غلبني ما أعلم منه فعدت لمقالتي فعاد رسول الله صلى الله عليه وسلم ثم قال يا سعد إني لأوتي الرجل وغيره أحب إلي منه خشية أن يكبه الله في النار. سعد رضي الله عنه أن رسول الله صلى الله عليه وسلم أعطى راحة وسعد جالس. سعد رضي الله عنه ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘം ആളുകൾക്ക് റാഹത്ത് എന്ന് പറയുന്ന സംഘം, നൽകി. ഫതറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ ഹുവ അഅജബുഹും ഇലയ്യ. എനിക്ക് ഏറ്റവും കൂട്ടത്തിൽ നല്ല ആള് എന്ന് ഞാൻ വിചാരിച്ച ഒരാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൊടുത്തില്ല. ആ ഗ്രൂപ്പിൽപ്പെട്ട കുറെ ആളുകൾക്ക് എല്ലാവർക്കും കൊടുത്തു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ കൊടുത്തു. റസൂൽ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ കൊടുത്തു, എന്തോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. പക്ഷേ ഒരാൾക്ക് മാത്രം ഒന്നും കൊടുത്തില്ല. അയാളാണെങ്കിൽ കൂട്ടത്തിൽ നല്ല ആളാണെന്ന് സഅദ് വിചാരിക്കുന്ന ആളാണ്. ഫഖുൽതു യാ റസൂലല്ലാഹ് മാ ലക അൻ ഫുലാൻ. റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ദൂതരേ, മാ ലക അൻ ഫുലാൻ, എന്താ താങ്കൾ ഇദ്ദേഹത്തിനൊന്നും കൊടുക്കാതിരുന്നത്? ഈ ഫുലാൻ ഇന്നാലിന്ന ആൾക്ക്, ഫുലാൻ ഫുലാൻ പറഞ്ഞാൽ ഇന്നാലിന്ന ആളെന്നാണ്. പേഴ്സൺ തന്നെ. ഫവല്ലാഹി, നിശ്ചയം അല്ലാഹുവാണ് സത്യം, ഇന്നി ലഅറാഹു മുഅ്മിന, ഞാൻ അദ്ദേഹത്തെ മുഅ്മിനായി കാണുന്നു. ഫഖാല ഔ മുസ്ലിമ. അപ്പോൾ റസൂൽ പറഞ്ഞു അതോ മുസ്ലിമോ? അപ്പൊ മുഅ്മിനും മുസ്ലിം എന്താ വ്യത്യാസം? മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഈമാൻ ഉറച്ച്, മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ട്, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതാണ്. എന്താ അർത്ഥമുണ്ട്? സറണ്ടർ ചെയ്തതെന്ന് അർത്ഥമുണ്ട്. അതായത് ഇപ്പൊ നിർബന്ധിതാവസ്ഥയിൽ ചിലപ്പോൾ ഒരാൾ മുസ്ലിം ആണെന്ന് വിചാരിക്കും, അയാളെ മുസ്ലിം എന്നാണ്. ഈമാൻ അള്ളാഹ്ക്കാനുള്ളൂ, അയാളുടെ ഉള്ളിൽ ഈമാൻ ഉണ്ടാവുന്നു, അള്ളാഹ്ക്കല്ല.
ഫസകത്ത ഖലീല. അപ്പൊ ഫസകത്തു ഖലീല. അപ്പൊ ഞാൻ കുറച്ചു സമയം സക്കത്ത, എന്താണ് സക്കത്തായി, മൗനം പാലിച്ചു. ثم غلبني ما أعلم منه فعدت لمقالتي فقلت ما لك عن فلان فوالله إني لا أراه مؤمنا فقال أو مسلما. അപ്പൊ എനിക്ക് ഇയാളെ കുറിച്ച് അറിയാവുന്ന കാര്യം, ഈ വ്യക്തിയില്ലേ, ഈ വ്യക്തിയെ കുറിച്ച് അറിയാവുന്ന കാര്യം വീണ്ടും എന്നെ ഈ ചോദ്യം ചെയ്യാൻ നിർബന്ധിതനാക്കി. റസൂലിനോട് വീണ്ടും സംശയം ചോദിക്കാൻ. അങ്ങനെ വീണ്ടും അദ്ദേഹം ഈ ചോദ്യം ആവർത്തിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ മുസ്ലിമ, അതോ മുസ്ലിമോ എന്ന് ചോദിച്ചു. ثم علمني ما أعلم منه فقلت لمقالتي فعاد رسول الله صلى الله عليه وسلم ثم قال. വീണ്ടും ഇദ്ദേഹം ഈ ചോദ്യം ചോദിച്ചു. എന്താണ് ഈ ഇദ്ദേഹത്തിന് കൊടുക്കാത്ത, ഇയാൾക്ക് എന്താ കൊടുക്കാത്തതെന്ന് ചോദിച്ചു. അയാള് ഞാൻ മുഅ്മിനായി കാണുന്നു എന്ന് ചോദിച്ചു. അയാൾക്ക് വേണ്ടി വാദിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. നേരത്തെ പറഞ്ഞ് ഞാൻ ആവർത്തിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവർത്തിച്ചു. ചോദ്യം ആവർത്തിച്ചു. പിന്നീട് നബി പറഞ്ഞു, ثم قال يا سعد إني لأعطي الرجل وغيره أحب إلي منه. ചിലപ്പോൾ ഞാൻ സാധേ ചിലർക്ക് ഞാൻ കൊടുക്കും, എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടവർ വേറെ ചിലരായിരിക്കും, അങ്ങനെ ആയിരിക്കെ തന്നെ ഞാൻ ചിലർക്ക് കൊടുക്കും. അപ്പൊ എന്തിനു വേണ്ടി? അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്, അവർക്ക് അവരുടെ ഈമാൻ പരീക്ഷിക്കാൻ വേണ്ടി. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഒഴിവാക്കി എന്നുള്ള ചിന്ത അയാളെ വരികയാണെങ്കിൽ റസൂലിനെ കുറിച്ചുള്ള മോശം ചിന്ത ഉണ്ടോ? ഇല്ലേ? ഇസ്ലാമിൽ ഈമാൻ അയാൾ അടിയുറച്ച് നിൽക്കുന്നുണ്ടോ? ഇല്ലേ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ അള്ളാഹു അവരെ നരകത്തിൽ എറിയുമോ എന്ന ഭയമാണ് അതിന് കാരണം. ഇപ്പൊ ദുർബല ചിത്തരായ മതകാര്യങ്ങളിൽ അങ്ങനെയുള്ള ആളുകളുടെ മതകാര്യങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ചിലപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിക്കുന്ന ചില ഹിക്മത്ത് ആയിരുന്നു. ഇൻഷാ അല്ലാഹ്.